പോടാ മനുഷ്യന്റെ മോനെ എന്ന് പട്ടികൾ വിളിക്കുന്ന ഒരു മീം ഞാൻ കഴിഞ്ഞ വർഷം എവിടെയോ കണ്ടായിരുന്നു. ഈ സിനിമ കണ്ടപ്പോൾ എനിക്ക് അതാണ് ഓർമ്മ വന്നത്. പെണ്ണും പൊറാട്ടും രാജേഷ് മാധവൻ സംവിധാനം ചെയ്ത് സുഭാഷ് ചന്ദ്രൻ, റെയ്ന രാധാകൃഷ്ണൻ എന്നിങ്ങനെ നിരവധി പുതുമുഖങ്ങൾ പ്രധാന വേഷങ്ങൾ വന്ന ഈ മലയാളം കോമഡി സിനിമയെ കുറിച്ചാണ് ഇന്ന്. പട്ടട എന്നൊരു സാങ്കല്പിക ഗ്രാമം, സാങ്കല്പികമാണോ എന്ന് എനിക്ക് കറക്റ്റ് അറിയത്തില്ല, അവിടുത്തെ കഥയാണ് എന്ന് പറയാം. അവിടെ പേ പിടിച്ച കുറച്ച് നാട്ടുകാര് പേ ഇല്ലാത്ത ഒരു നായുടെ പുറകെ പോകുന്നു. സത്യം പറഞ്ഞാൽ ആ നാട്ടിൽ ആകെ ബോധമുള്ളത് ആ പട്ടിക്കും ഒരു പെൺകുട്ടിക്കും മാത്രമാണ്. ഇവർ രണ്ടുപേരും ഈ നാട്ടുകാരുടെ ഇടയിൽ പെട്ടുപോയ അവസ്ഥയാണ് പെണ്ണും പൊറാട്ടും എന്ന സിനിമ പറയുന്നത്. പടം എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാൽ ഒരു നല്ല ഡീസന്റ് വാച്ച് എന്ന് പറയാവുന്ന സിനിമയാണ്. കുറച്ച് വ്യത്യസ്തമാണ്, ഒരു പരീക്ഷണ ചിത്രമാണെന്ന് പറയാം. ഇപ്പൊ കഴിഞ്ഞ വർഷം ഇറങ്ങിയ അവിഹിതം, അതുപോലെ സൂഫ്രംസോ, പിന്നെ തിങ്കളാഴ്ച നിശ്ചയം ഉൾപ്പെടെ കുറെ സിനിമകളുടെ ഒരു ഛായ നമുക്ക് തോന്നുമെങ്കിലും അതിൽ നിന്നുമൊക്കെ തികച്ചും ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു സിനിമയാണ്. ഒരു ഫ്രഷ് അറ്റംപ്റ്റ് ആണ് എന്ന് പറയാം. സമൂഹത്തിന് നേരെ പിടിച്ച ഒരു കണ്ണാടി പോലെയാണ് ഈ പടം. അതായത് കണ്ണാടി കൂടെ നോക്കുമ്പോൾ സൊസൈറ്റിയുടെ മുഖം ഇങ്ങനെ വക്രിച്ചിരിക്കുന്ന കാണാം. ഇന്ന് ഞാൻ കണ്ട രണ്ട് പടങ്ങളും, അതായത് സ്പാ, ഇപ്പോ പെണ്ണും പൊറാട്ടും, ഈ രണ്ടും ഈ ഒരു സെയിം കാര്യം തന്നെയാണ് പറയുന്നത്. ഒപ്പം തന്നെ നായിന്റെ മക്കളെ എന്ന് തെറിയായിട്ട് വിളിക്കുന്ന നമ്മൾ മനുഷ്യർ കാണിക്കുന്ന പ്രവൃത്തി, കണ്ടുമെടുത്ത ഒരു നായ തിരിച്ച് പോടാ മനുഷ്യന്റെ മക്കളെ എന്ന് വിളിച്ചാൽ അതാണ് ഏറ്റവും വലിയ തെറി എന്ന ചിന്ത നൽകുന്ന, അത് ശരിവെക്കുന്ന ഒരു പടവുമാണിത്. മൃഗങ്ങളോട് ഈ നാട്ടുകാർ ചെയ്യുന്ന പരിപാടിയെ കണ്ടാൽ എല്ലാത്തിനെയും പിടിച്ച് വെടിവെച്ച് കൊല്ലാൻ തോന്നും. ഒരു ഓക്കേഷ് ഫസ്റ്റ് ഹാഫ് ആയിരുന്നു ഈ പടത്തിന്, എനിക്ക് അങ്ങനെയാണ് തോന്നിയത്. ഇതെന്താ ഇങ്ങനെ ഇതിൽ കാര്യമായിട്ടൊന്നും ചിരിക്കാനില്ലല്ലോ എന്നാണ് എനിക്ക് അപ്പോൾ ഫീൽ ചെയ്തത്. പക്ഷെ എന്തോ വരാൻ ഉണ്ട് എന്ന് തോന്നുകയും ചെയ്തു. സോ സെക്കൻഡ് ഹാഫ് രസകരമായിരുന്നു. അപ്പോഴാണ് ഒരു കോൺഫ്ലിക്റ്റ്, അതിന്റെ പേരിൽ തമ്മിലുള്ള അടി, പ്രശ്നങ്ങൾ, ഇതെല്ലാം കൂടി എങ്ങോട്ടാണ് പോകുന്നത് എന്നൊക്കെ നമുക്ക് ക്ലിയർ ആവുന്നത്. പിന്നെ ഒരു ചേസ് സംഭവങ്ങളൊക്കെ ഇതിലുണ്ട്. അതുപോലെ പടം എൻഡ് ചെയ്തേക്കുന്നതും നൈസായിരുന്നു. വളരെ റൂട്ടഡ് ആയിട്ടുള്ള, റിലേറ്റബിൾ ആയിട്ടുള്ള ഒരു കഥാ പശ്ചാത്തലമാണ് ഈ സിനിമയ്ക്കുള്ളത്. ഇതിലെ പല ആൾക്കാരെയും കാണുമ്പോൾ, അവരുടെ സ്വഭാവമൊക്കെ കാണുമ്പോൾ നമ്മുടെ നാട്ടിലുള്ള, നമ്മുടെ ചുറ്റുവട്ടത്തുള്ള ആൾക്കാരെ പോലെ തന്നെ തോന്നും. അതിപ്പോ ഹൈ പ്രൊഫൈലിലാണെങ്കിലും ലോ പ്രൊഫൈലിലാണെങ്കിലും ഈ ഒരു ടൈപ്പ് ആൾക്കാർ എല്ലായിടത്തും ഉണ്ടാവും. ചിലർ ഹൈഡ് ചെയ്തിരിക്കുകയാണെന്ന് മാത്രം. സോ ഒരു കാരിക്കേച്ചർ സ്റ്റൈലിലുള്ള ആ ഒരു സ്വഭാവമുള്ള ഇതിലെ കഥാപാത്രങ്ങളാണ് നമ്മളെ രസിപ്പിക്കുന്നത്. പട്ടിക്കാട് എന്ന് പറയാവുന്ന പ്രദേശത്തെ ആൾക്കാരും മോഡേൺ കാലഘട്ടത്തിലെ ചില കാര്യങ്ങളോടുള്ള അവരുടെ പ്രതികരണവുമാണ് പടത്തിൽ ചിരി പടർത്തുന്നത്. ഒരു പയ്യൻ എന്ന് വെച്ചാൽ ഒരു 10-29 വയസ്സുള്ള ഒരു ചെക്കൻ ഒരു ബോൾഡ് സ്റ്റേറ്റ്മെന്റ് നടത്തി എന്ന് പറഞ്ഞാണ് കഥ തുടങ്ങുന്നത്. അതിനെ തുടർന്ന് അവനൊരു പെൺകുട്ടിക്ക് ഒരു മെസ്സേജ് അയക്കുന്നതും അതിന്റെ പിന്നിൽ ഉണ്ടാകുന്ന പുകിലുമാണ് പടം പറയുന്നത്. ഓരോ ക്യാരക്ടേഴ്സും രസകരമാണ്. ഞാൻ പറഞ്ഞില്ലേ, ഈ പട്ടിക്കും ചാരു എന്ന പെൺകുട്ടിക്കും അല്ലാതെ ഈ നാട്ടിലെ എല്ലാ മനുഷ്യരും വെളിവില്ലാത്തവരാണെന്ന് നമുക്ക് തോന്നുള്ളൂ. ഇതിൽ ചാരുവായിട്ട് വന്ന റെയ്ന രാധാകൃഷ്ണൻ എന്ന നടി സ്ക്രീൻ സ്പേസ് ഒക്കെ കുറവാണെങ്കിലും ക്ലൈമാക്സിലൊക്കെ കിടുവായിരുന്നു. ആദ്യം പോലെ തന്നെ പുള്ളിക്കാരി കിടുവാണ് കേട്ടോ. ബാക്കി പലരുടെയും പേര് കൃത്യമായിട്ട് അറിയില്ല. 100ഓളം ആൾക്കാരെ കണ്ടുണ്ട്. എല്ലാവരും പുതുമുഖങ്ങളാണ്, പക്ഷെ എല്ലാവരും നല്ല പെർഫോമൻസും ആണ്. ഇതിൽ കുമാർ എന്ന് പറയുന്ന ചെക്കന്റെ അമ്മ ഒരു കഥാപാത്രമുണ്ട്, സുമിത്ര എന്നും കണ്ടാണ് പേര്. അവരൊക്കെ ഇജ്ജാതി പൊളിയാണ്. അതുപോലെ തന്നെ പശു ഓടിപ്പോയി എന്ന് പറഞ്ഞു വരുന്ന ഒരു ചേച്ചിയും ആളും ഉണ്ട്, ബിരിയാണി കഴിക്കാനായിട്ട് വരുന്നത്. ഒരു സുജാതൻ മാഷ്, കുത്തിത്തിരിപ്പ് സ്പെഷ്യലിസ്റ്റ് എന്നൊക്കെ പറയാം. അയാളെ പോലെയുള്ളവരൊക്കെ എല്ലായിടത്തും കാണാൻ പറ്റും. സനോജ് അലനല്ലൂർ എന്നാണ് ഞാൻ നോക്കിയപ്പോൾ പേര് കണ്ടത്. പുള്ളി കിടുവായിരുന്നു. പിന്നെ ഇതിൽ ആകെ പരിചയമുള്ള മുഖങ്ങൾ എന്ന് പറയുന്നത് രാജേഷ് മാധവൻ, ഡയറക്ടർ തന്നെ ഒരു ക്യാമിയോ റോളിൽ വരുന്നുണ്ട്. പിന്നെ ഒരു വൈദ്യനായിട്ട് വന്നൊരു നടനുണ്ട്. പണ്ട് കുറെ സിനിമകളിലും TV സീരിയലുകളിലും ഒക്കെ കണ്ടിട്ടുള്ള ഒരു പരിചയമുണ്ട്. പേരെനിക്ക് ഓർമ്മയില്ല. പിന്നെ എല്ലാത്തിനും മേലെ ഇതിൽ ഇമോഷണൽ അറ്റാച്ച്മെന്റ് നമുക്ക് തോന്നുന്ന ഒരു കഥാപാത്രം ഇതിലെ സുട്ടു എന്ന ഒരു നായ്ക്കുട്ടിയുടേതാണ്. ടോവിനോ തോമസ് ആണ് ഈ പട്ടിക്കുട്ടിക്ക് ശബ്ദം കൊടുത്തിരിക്കുന്നത്. അത് രസമുണ്ടായിരുന്നു. മറ്റൊരു പ്രമുഖ നടനും ഒരു മൃഗത്തിന് ഈ പടത്തിൽ ശബ്ദം കൊടുത്തിട്ടുണ്ട്. ടെക്നിക്കലി മികവ് പുലർത്തുന്ന ഒരു പടം കൂടിയാണിത്. പ്രത്യേകിച്ച് ക്യാമറ എഡിറ്റിംഗ് ഒക്കെ നൈസ് ആണ്. സബിൻ ഉരളിക്കണ്ടിയാണ് ഇതിന്റെ ക്യാമറ. ചമൻ ചാക്കോ ആണ് എഡിറ്റിംഗ് ഒക്കെ എടുത്തു പറയേണ്ടതാണ്. സൗണ്ട് ഡിസൈനും പിന്നെ മ്യൂസിക് ഡോൺ വിൻസെന്റ് ആണ്. രവിശങ്കറാണ് സിനിമയുടെ രചയിതാവ്. ചെറിയ ചെറിയ റോളുകൾ ചെയ്തും പിന്നെ വലിയ റോളായി, നായകനായി, വില്ലനായി, അതുപോലെ അസിസ്റ്റന്റ് ഡയറക്ടറായി, കാസ്റ്റിംഗ് ഡയറക്ടറായി, ഇപ്പോൾ ഡയറക്ടറായിട്ട് തന്റെ സ്ഥാനം ഉറപ്പിച്ചിരിക്കുകയാണ് രാജേഷ് മാധവൻ. പിന്നെ നെഗറ്റീവ്സ് പറഞ്ഞാൽ ചില കോമഡിക്കായിട്ട് കോമഡി കാണിച്ച ചില ഭാഗങ്ങൾ എനിക്ക് അത്രയ്ക്ക് വർക്ക് ആയില്ല എന്ന് പറയാം. അത് ഞാൻ എടുത്തു പറഞ്ഞ് സ്പോയിൽ ചെയ്യുന്നില്ല. പിന്നെ ചിലയിടങ്ങളിൽ ഈ പടത്തിലെ ഡയലോഗ് എനിക്ക് അത്രയ്ക്ക് കറക്റ്റ് ആയിട്ട് മനസ്സിലായില്ല എന്നുള്ളതാണ് സത്യം. പാലക്കാട് ആ ഒരു ഏരിയയിലുള്ളൊരു സ്ഥലമായിട്ടാണ് പടത്തിൽ കാണിക്കുന്നത്. പക്ഷെ പല ഡയലോഗുകളും മലയാളമാണോ എന്താ പറയുന്നതെന്ന് ശ്രദ്ധിച്ച് കേൾക്കേണ്ട പോലെ തോന്നി. സബ്ടൈറ്റിൽ ആവശ്യമുള്ളതുപോലെ തോന്നി. എനിക്ക് ചിലയിടങ്ങളിൽ അത്രയ്ക്ക് തിരിഞ്ഞില്ല എന്ന് പറയാം. പിന്നെ പടം പൊളിറ്റിക്കലി ചില സ്റ്റേറ്റ്മെന്റ്സ് ഒക്കെ പറയാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അത് അത്രയ്ക്ക് ക്ലിയർ ആയോ അല്ലെങ്കിൽ മൂർച്ചയുള്ളതായിട്ടോ ഫീൽ ചെയ്തില്ല. അതുപോലെ തന്നെ നോക്കുകയാണെങ്കിൽ കാര്യമായ ഇമോഷണൽ ഡെപ്ത് കഥാപാത്രങ്ങളിൽ ഉള്ളതായിട്ടും തോന്നിയില്ല. പിന്നെ കോമഡി പടമാണെങ്കിലും അങ്ങനെ തലകുത്തി മറിഞ്ഞിരിക്കാനായിട്ടുള്ള കോമഡി ഒന്നും എനിക്ക് ഫീൽ ചെയ്തില്ല. മൊത്തത്തിലുള്ള ഈ ഒരു സിറ്റുവേഷൻ ആണ് ഇതിൽ കോമഡി ആയിട്ട് പറയാൻ പറ്റുക. സോ ആകെ മൊത്തം ടോട്ടലിൽ ഒരു ഡീസന്റ് ആൻഡ് ഡിഫറെന്റ് ആയിട്ടുള്ള ആക്ഷേപഹാസ്യ ചിത്രമാണ് പെണ്ണും പൊറാട്ടും. എല്ലാവർക്കും ആകുമെന്ന് എനിക്കറിയില്ല, പക്ഷെ എനിക്ക് വർക്കായി. ഒരു തിയേറ്റർ വാച്ച് ഡിമാൻഡ് ചെയ്യുന്ന സിനിമ ആണോ എന്ന് ചോദിച്ചാൽ അങ്ങനെ പൂർണ്ണമായിട്ട്
മോശമായിട്ടും പറയാൻ എനിക്ക് തോന്നുന്നില്ല. പക്ഷെ കണ്ടാൽ അത്രയ്ക്ക് നഷ്ടവും ഉണ്ടാവില്ല, വെറുത്തു വാച്ചാണ്. ഒരു പരീക്ഷണ ചിത്രം ഒരുക്കാനുള്ള ശ്രമം എന്ന നിലയിൽ പ്രോത്സാഹിപ്പിക്കേണ്ട ഒരു പടമായിട്ട് തോന്നി. ഈ പടം നിങ്ങൾക്ക് ഇപ്പോൾ തിയേറ്ററുകളിൽ കാണാം. 2 മണിക്കൂറാണ് സിനിമയുടെ റൺ ടൈം. 18+ ഒന്നുമല്ല, എല്ലാവർക്കും കാണാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഈ പടം കണ്ടുള്ളവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ രേഖപ്പെടുത്തുമല്ലോ. ശരി എന്നാ.